എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാരറ്റ് അബൻഡൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ ആശങ്ക എപ്പോഴാണ് മാറുക എന്നാണ്. നിങ്ങൾക്കും എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് എപ്പോൾ മാറും എന്ന് നമ്മൾക്ക് ടാരോനോട് ചോദിക്കാം. റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇതൊരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് കൂടി ആയതുകൊണ്ട് നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ നമ്മൾ 3 കാർഡുകളാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ആണ് റീഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ ആശങ്കയ്ക്ക് എന്താണ് കാരണം എന്ന് നമുക്ക് പറഞ്ഞു തരും. മൂന്നാമത്തെ കാർഡ് ഇത് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് റീഡ് ചെയ്യുന്നത്. റീഡിങ്ങിലേക്ക് കിടക്കാം. ആശങ്കയുണ്ടോ എന്ന് നോക്കിയപ്പോൾ ആശങ്കയുടെ കാർഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 ഓഫ് സൂട്ട്സ്. നിങ്ങൾ വളരെയധികം ആശങ്കയിലാണെന്ന് തന്നെയാണ് പറയുന്നത്. എന്ത് തീരുമാനമെടുക്കണമെന്ന് നിശ്ചയമില്ലാതെ സ്വയം കണ്ണു കെട്ടിയിരിക്കുകയാണ് നിങ്ങൾ. ഈ ആശങ്കയ്ക്ക് കാരണം ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശബ്ദം ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ടാരോ പറയുന്നത്. നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങൾ കിടന്ന് മറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പോംവഴി മനസ്സിൽ തെളിയില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പോംവഴികൾ നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട്. മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമേ അത് തെളിഞ്ഞു വരികയുള്ളൂ. മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇവിടെയാണ്. ഇത് എങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ 4 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സന്തോഷത്തിൻ്റെയും സന്തുലിതാവസ്ഥയുടെയും ഒരു ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് കാണുന്നു. അപ്പോൾ ഈ റീഡിങ്ങിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടാതെ നിങ്ങൾ വളരെയധികം ആശങ്കയിലാണ് എന്നാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. മൈൻഡ്ഫുൾനെസ്സോ മെഡിറ്റേഷനോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അപ്പോഴാണ് നിങ്ങൾക്ക് സൗഭാഗ്യകരമായൊരു ജീവിതം ലഭിക്കുന്നത്, നിങ്ങളുടെ ആശങ്ക മാറുന്നതും. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ. ഓരോ ലൈക്കും വളരെയധികം വിലമതിക്കുന്നു. നന്ദി.